ലോകരാഷ്ട്രീയത്തെ ആകമാനം ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക വെനസ്വേലയിൽ നടത്തിയ സൈനിക അട്ടിമറി. അവിടുത്തെ ഭരണാധികാരിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി അമേരിക്കയുടെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്? ലോകരാഷ്ട്രീയം ആകെ മാറുന്നു. ലോകക്രമം, രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന ലോകക്രമം മാറുകയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതിൽ പ്രധാനമായും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളത് അമേരിക്ക നേതൃത്വം നൽകുന്ന ലോകക്രമം മാറി ചൈനയ്ക്ക് മുൻതൂക്കം വരുന്നൊരു ലോകക്രമത്തിൻ്റെ പാതയിലാണ് നമ്മളെന്നാണ് വിചാരിച്ചിരുന്നത്. അതൊരു പരിധിവരെ ശരിയുമാണ്. എന്നാൽ അതിനെ എങ്ങനെ തടയിടാമെന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം ചിന്തിച്ചെടുക്കുന്ന ചില നടപടികളുടെ ഭാഗമായിട്ടാണ് വെനസ്വേലയ്ക്കുള്ള ഈ കടന്നുകയറ്റത്തെ കാണേണ്ടത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? വെനസ്വേല എന്ന് പറയുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും ഭൂമിശാസ്ത്രപരമായ ഐക്യത്തെയും അതിലംഘിച്ചുകൊണ്ട് അവിടെ കടന്നു കയറി അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയിരിക്കുകയാണ്. ഇത് തീർത്തും ഏകപക്ഷീയമായ കൊളോണിയൽ സാമ്രാജ്യത്വത്തിൻ്റെ അമേരിക്കൻ വിദേശ നയത്തിൻ്റെ ഒരു പ്രത്യക്ഷ പ്രകടനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന ലോകക്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമായിരുന്നു ഐക്യരാഷ്ട്രസഭയും. ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ആർട്ടിക്കിൾ 2-4 പറയുന്ന ഒരു രാജ്യത്തിൻ്റെ മേലും മറ്റൊരു രാജ്യത്തിന് ഏകപക്ഷീയമായി സൈനിക അധികാരം ഉപയോഗിക്കുവാനുള്ള അവകാശമില്ല എന്നുള്ള ഒരു വ്യവസ്ഥ. ഈ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. അമേരിക്ക ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ലംഘനം നടത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ലംഘനങ്ങളൊക്കെ അമേരിക്ക നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഐക്യരാഷ്ട്രസഭയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല, അമേരിക്കൻ ഭരണഘടനയുടെ ലംഘനവും ഇവിടെയുണ്ട്. കാരണം ഇത്തരത്തിലുള്ളൊരു സൈനിക നടപടി അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമാണ് പ്രസിഡന്റ് എടുക്കേണ്ടത്. വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രമാണ് അത് മറികടന്നുകൊണ്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുവാദം ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് അടിയന്തര സാഹചര്യം ഒന്നുമില്ലാതെ അമേരിക്ക ഈ കടന്നുകയറ്റം നടത്തിയിരിക്കുന്നത്. അപ്പം അന്താരാഷ്ട്ര നിയമങ്ങളെ മാത്രമല്ല, അമേരിക്ക പ്രതിനിധാനം ചെയ്യുന്ന ജനാധിപത്യ നിയമങ്ങളെ കൂടി ഇത് ലംഘിക്കുന്നു എന്നതാണ് പ്രസക്തമായിട്ടുള്ളത്. അതായത് അമേരിക്ക ഒരു പുരാതന അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന കൊളോണിയൽ കാലഘട്ടത്തിലെ ഏകാധിപത്യ സാമ്രാജ്യത്വത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അക്രമം നടന്നത് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് എന്താണ് ലോകരാഷ്ട്രീയത്തിൽ ആശയപരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പണ്ട് ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം എന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ ഐക്യരാഷ്ട്രസഭയും. ജനാധിപത്യമാണ് ലോകത്തിലെ ഏറ്റവും സമ്പുഷ്ടമായിട്ടുള്ള ഭരണം, നല്ല ഭരണം എന്ന രീതിയിൽ ജനാധിപത്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയും ചെയ്ത പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും അമേരിക്ക, ഇന്ന് ജനാധിപത്യത്തിന് വലിയ വില കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ ജനാധിപത്യത്തിന് വിലയില്ലാതാവുകയും ഏകപക്ഷീയമായിട്ടുള്ള സാമ്രാജ്യത്വ മാർഗങ്ങളിലൂടെ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കീഴ്പ്പെടുത്തി അവിടുത്തെ വിഭവങ്ങളും വിപണിയും തങ്ങളുടെ സുരക്ഷയ്ക്ക് ആവശ്യമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കുക എന്നൊരു തന്ത്രമാണ് അമേരിക്ക ഇപ്പോൾ പയറ്റുന്നത്, പ്രത്യേകിച്ചും രണ്ടാം ട്രംപ് ഭരണകൂടം നടത്തുന്നത്. ഈ കഴിഞ്ഞ ഡിസംബർ മാസമായിരുന്നല്ലോ അമേരിക്ക അവരുടെ പുതിയ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി പുറപ്പെടുവിച്ചത്. അതിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയുടെ സ്വത്താണ് എന്നാണ്. ഇത് 1823 അന്ന് പ്രസിഡന്റായിരുന്ന മൺറോ കൊണ്ടുവന്നിരുന്ന മൺറോ ഡോക്ടറിന് സമാനമായിട്ടുള്ള ഒരു പുതിയ സിദ്ധാന്തം ട്രംപ് മുന്നോട്ട് വച്ചിട്ടുണ്ട്, ഡോൺറോ ഡോക്ടറിൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രീൻലാൻഡ്, പനാമ കനാൽ, വേണ്ടി വന്നാൽ കാനഡ, അതുപോലെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തങ്ങളുടെ പരിധിയിൽ നിർത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യമായിട്ടല്ല അമേരിക്ക ഇത്തരത്തിലൊരു നയം നടത്തുന്നത്. പണ്ടും ഇത്തരത്തിലുള്ള നയങ്ങളിലൂടെ ലാറ്റിൻ അമേരിക്കയെ അടക്കിപ്പരിച്ചിരുന്ന രാജ്യമാണ് അമേരിക്ക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 1898 ക്യൂബയെ സ്പാനിഷ് അമേരിക്കയുടെ ഭാഗമായി അമേരിക്ക കൈയടക്കുന്നത്. അതിനുശേഷം 1914 മെക്സിക്കോയിൽ, 15 ഹൈത്തിയിൽ, 83 ഗ്രനാഡ, ഈ അടുത്ത കാലത്ത് 1989 ഏകദേശം 40 വർഷത്തോളം മുമ്പ്
പനാമയിലെ ഭരണാധികാരിയെ ഇതുപോലെ പിടിച്ചുകൊണ്ടുവന്ന് തുറങ്കിലടിക്കുകയും വിധി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 1994 ഹൈത്തിയിൽ ഇത്തരത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും അമേരിക്ക ഈ പ്രദേശത്ത് തങ്ങളുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഏകപക്ഷീയമായി ഇടപെടുകയും യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും അവിടെ പട്ടാള അട്ടിമറി നടത്തുകയും അതുപോലെ തന്നെ തങ്ങൾക്കിഷ്ടമല്ലാത്ത ഭരണകൂടങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്ക വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തെ ഒരു ഏടായി മാത്രമാണ് നമ്മളിതിനെ കാണുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഈ യുഗത്തിലെ വലിയൊരു സംഭവമായിട്ട് നമുക്ക് കാണേണ്ടത് ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സർക്കാരുകളെയാണ്, തങ്ങൾക്ക് വഴങ്ങാത്ത സർക്കാരുകളെയാണ് ട്രംപ് ടാരിഫും അതുപോലെയുള്ള മറ്റ് സാമ്പത്തിക ഉപരോധവും മറ്റ് രാഷ്ട്രീയ മാർഗങ്ങളിലൂടെയും ഒക്കെ തങ്ങളുടെ പരിധിയിലാക്കുവാൻ ശ്രമിക്കുന്നത്. ട്രംപ് തന്നെ ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളെയും, അത് ഉദാഹരണമായിട്ട് അർജന്റീന അല്ലെങ്കിൽ ഹൊണ്ടുറാസ്, എൽ സാൽവഡോർ, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലെയും തീവ്ര വലതുപക്ഷ സർക്കാരുകളെ പിന്തുണയ്ക്കുകയും അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അനധികൃതമായി ഇടപെടുകയും അനാവശ്യമായിട്ടുള്ള തിരുവ ചുമത്തിക്കൊണ്ട് തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയും അതിലെല്ലാം ഒരു പരിധിവരെ ട്രംപ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു തരത്തിലും തങ്ങൾക്ക് വഴങ്ങാതിരുന്ന ഇടതുപക്ഷ സർക്കാരുകളെ, സോഷ്യലിസ്റ്റ് സർക്കാരുകളെ, പ്രത്യേകിച്ചും വെനസ്വേലയിലും കൊളംബിയയിലും ഒക്കെയുള്ള സർക്കാരുകളെയാണ് ട്രംപ് തങ്ങളുടെ പ്രധാന ശത്രുക്കളായി കണ്ടുകൊണ്ട് അവിടെ അട്ടിമറി ശ്രമം നടത്തുന്നു. അതിൻ്റെ അവസാനത്തെ ഇരയാണ് വെനസ്വേല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് വെനസ്വേലയെ പ്രത്യേകിച്ചും ട്രംപ് വരുതിയിലാക്കുവാൻ ശ്രമിക്കുന്നത്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള എണ്ണ സമ്പത്താണ്. ഈ എണ്ണ സമ്പത്ത്, ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ റിസർവ് ഉള്ള രാജ്യമാണ് വെനസ്വേല. എന്നാൽ ഈ കഴിഞ്ഞ കുറേ കാലഘട്ടമായിട്ടുള്ള അവരുടെ ഭരണപരമായ പ്രശ്നങ്ങൾ കൊണ്ട് അവിടുത്തെ എണ്ണ വ്യവസായം അല്പം മുരടിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. ആ മുരടിപ്പിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിട്ടുള്ളത് അമേരിക്കയ്ക്കാണ്. പക്ഷേ അമേരിക്ക ഈ നഷ്ടത്തെ കാണുന്ന മറ്റൊരു രീതിയിലാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് അവിടെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. എന്നാൽ അവിടെ എണ്ണ ദേശസാൽക്കരണം നടന്നതോടുകൂടി അമേരിക്കൻ കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാവുകയും അത് അവരുടെ എണ്ണ വ്യവസായത്തെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവിടെ അമേരിക്ക പല രീതിയിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും പിന്നീട് അവിടെ കടന്നു കയറാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ മഡുറോയും അതുപോലെ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ഹൂഗോ ഷാവസും ഒക്കെ ഫലപ്രദമായി നേരിട്ടതിൻ്റെ ഒരു ക്ഷീണം അമേരിക്കയ്ക്കുണ്ട്. അതിൻ്റെ അവസാന ചാപ്റ്ററാണ് ഈ മഡുറോയെ കടത്തിക്കൊണ്ടുപോയിട്ട് എണ്ണ കമ്പനികൾ ഞങ്ങൾ ഇനി അവിടെ നടത്തും, അമേരിക്കയുടെ നേതൃത്വത്തിൽ വെനസ്വേലയുടെ നഷ്ട എണ്ണ പ്രതാപം വീണ്ടെടുക്കും എന്നൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ കാണേണ്ടത്, ഈ വെനസ്വേലയെ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള ശ്രമം ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന പ്രദേശത്തെ എല്ലാ രാജ്യങ്ങളെയും തങ്ങളുടെ ഒരു ഹെമിസ്ഫിയറാണ്, തങ്ങളുടെ ഒരു സ്വാധീന മേഖലയാണ് എന്നാണ് അമേരിക്ക കാണുന്നത്. ഇതിലേറ്റവും നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യം, ചൈന ലാറ്റിൻ അമേരിക്കയിൽ നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ നിക്ഷേപം വെനസ്വേലയിലാണ്. ഏകദേശം $60 ബില്യൺ നിക്ഷേപം അവിടുത്തെ എണ്ണ കമ്പനികളുമായി ബന്ധപ്പെട്ട് എണ്ണ വ്യവസായം പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചൈന അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതൊരു വലിയ നിക്ഷേപമാണ്. ലാറ്റിൻ അമേരിക്കയിൽ ചൈനയ്ക്ക് ഏറ്റവും അധികം എണ്ണ സംബന്ധമായിട്ടുള്ള നിക്ഷേപമുള്ളത് വെനസ്വേലയിലാണ്. അപ്പം ചൈനയുടെ സ്വാധീനം തങ്ങളുടെ മുറ്റത്ത് വർദ്ധിക്കുന്നതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയിൽ മൺട്രോ ഡോക്ട്രിന് സമാനമായിട്ടുള്ള ഡോൺട്രോ ഡോക്ട്രിൻ വെച്ചുകൊണ്ട് ചൈനയെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു രാജ്യങ്ങളെയോ ഒന്നും തന്നെ തങ്ങളുടെ സമീപത്ത് സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ അനുവദിക്കില്ല എന്നുള്ളൊരു വലിയ സന്ദേശം കൂടിയാണ് അമേരിക്ക നൽകുന്നത്. അപ്പോൾ എണ്ണ കമ്പനികളെ പൂർണ്ണമായും അല്ലെങ്കിൽ എണ്ണ വ്യവസായത്തെ അമേരിക്ക പൂർണ്ണമായും ഏറ്റെടുത്തു കഴിഞ്ഞാൽ വെനസ്വേലയിൽ ചൈനയുടെ നിക്ഷേപങ്ങൾക്കും ചൈന കൊടുത്തിരിക്കുന്ന ലോണിനുമൊക്കെ ആരാണ് അത് മടക്കി കൊടുക്കുക? അങ്ങനെയുള്ള ആഗോള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമേരിക്കയും ചൈനയും തമ്മിലുള്ള മത്സരത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇതിലൂടെ എല്ലാം അമേരിക്ക നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് വിപണിയും വിഭവങ്ങളും അതുപോലെ സെക്യൂരിറ്റിയുമാണെന്ന് പറയുമ്പോഴും അതെല്ലാം ലോക രാഷ്ട്രീയത്തിലെ എല്ലാ നിയമങ്ങളെയും എല്ലാ ജനാധിപത്യ മര്യാദകളെയും ലംഘിച്ചുകൊണ്ടാണ് നടത്തുന്നുള്ളതാണ് ഏറ്റവും ദാരുണമായി നമ്മൾ കാണേണ്ടത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു വിളയാട്ടമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് അമേരിക്കയെ ചോദ്യം ചെയ്യാൻ തയ്യാറായി അല്ലെങ്കിൽ അതിന് ശേഷിയുണ്ട് എന്ന് അമേരിക്ക കരുതുന്ന ചൈനയെ അല്ലെങ്കിൽ ആ മാറുന്ന ലോക രാഷ്ട്രീയ ക്രമത്തെ എങ്ങനെ നേരിടാമെന്ന് അമേരിക്ക
എടുത്ത തീരുമാനത്തിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള ഫലമാണ് ഈ സാമ്രാജ്യത്വ കടന്നുകയറ്റം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അധിനിവേശമാണ്. നമ്മൾ പണ്ട് കൊളോണിയൽ കാലഘട്ടത്തിൽ കണ്ടിരുന്നത് പോലെ എന്താണ് യഥാർത്ഥത്തിൽ കൊളോണിയലിസം? ഒരു രാജ്യത്തെയും അവിടുത്തെ ഭരണത്തെയും അവിടുത്തെ വിഭവങ്ങളെയും മറ്റൊരു രാജ്യം കടന്നു കയറി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, തങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആ രാഷ്ട്രത്തെ പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രക്രിയയാണ്. യഥാർത്ഥത്തിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലോകത്ത് ജനാധിപത്യം സുരക്ഷിതമാക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് അമേരിക്ക ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല. ആ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഏകപക്ഷീയമായി ഒരു തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി, അതിനെക്കുറിച്ച് വിമർശനങ്ങളുണ്ടായിരിക്കാം, ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോയി ഇടുകയും ആ രാജ്യം ഇനി ഞങ്ങൾ ഭരിക്കുമെന്ന് പറയുന്നത് ഒരു കൊളോണിയൽ ലോജിക്കാണ്. അത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ലോജിക്കാണ്. ഇതിനെതിരെ യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷത്തിനെതിരെയുള്ള അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ചിന്താഗതികൾക്കെതിരെയുള്ള ഒരു ഇടപെടൽ കൂടിയാണ്. അതായത് ലാറ്റിൻ അമേരിക്കയിൽ തന്നെ ട്രംപിനോട് താല്പര്യം പുലർത്തുന്ന രാജ്യങ്ങൾ എത്രമാത്രം ജനവിരുദ്ധ നയങ്ങൾ നടത്തിയാലും അമേരിക്കയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ അമേരിക്കയെ ചെറുത്തു നിൽക്കുന്ന രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കെതിരെ അവിടെ ജനകീയമായ മുന്നേറ്റമുണ്ടാകുന്നുണ്ട്, പ്രതിഷേധങ്ങളുണ്ട് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് കടന്നു കയറുന്നു. ഈ കടന്നുകയറ്റമാണ് ലോക സമാധാനം നേരിടുന്ന വലിയ ഭീഷണി. ഇത് നമ്മൾ ഇത്രയും രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകത്ത് ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ കുറേ കാലമായി 70 വർഷത്തോളം നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു എന്ന് പറയാം. എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന യുദ്ധങ്ങൾ, അത് യുക്രൈനിലായാലും പലസ്തീനിലായാലും മറ്റ് പല രാജ്യങ്ങളിലും ട്രംപും അമേരിക്കയും നടത്തുന്ന ബോംബിംഗ് ആണെങ്കിലും ഒക്കെ ഒരു സാമ്രാജ്യത്വ കൊളോണിയൽ കാലഘട്ടം തിരിച്ചു വരുന്ന സൂചനകളാണ് നടത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അമേരിക്കയുടെ നയവും അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ തീർത്തും ജനാധിപത്യ വിരുദ്ധമായ ഏകപക്ഷീയമായിട്ടുള്ള അമേരിക്കയുടെ വാണിജ്യ സാമ്രാജ്യത്വ മുതലാളിത്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്ന ഒരു കടന്നുകയറ്റമായിട്ട് വേണം നമ്മളിതിനെ കാണുവാൻ എന്നാണ് എൻ്റെ അഭിപ്രായം.